Welcome back to another video of Craig's Vlog. അപ്പം വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. ഞാനല്ല കുക്കിണേ, മമ്മിയാണ് കുക്കിണേ. അപ്പം ഇന്ന് നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്യാൻ പോവാണ്. മമ്മിയുടെ റെസിപ്പി അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. സോ ബെറ്റർ ഐ തോട്ട് ഐ ഷെയർ ദ കുക്കിംഗ് വീഡിയോ. കേട്ടോ, നമ്മൾ 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. എന്താണ്, പച്ചമുളക് 2 എണ്ണം, കുരുകുരാന്ന് കുറച്ച് തക്കാളി അരിയണം. അടുത്തതായി കുറച്ച് ഉള്ളി കുരുകുരാന്ന് അരിയുക. കുറച്ച് ടേസ്റ്റിന് വേണ്ടി എന്താണ് ജിഞ്ചർ, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് കട്ട് ചെയ്യുക. പുളിക്ക് വേണ്ടി നമ്മളെ നാടൻ കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്നാണ്. ഇത്രയുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കുറച്ച് സാധനം, കുറച്ച് സിമ്പിൾ വെജിറ്റബിൾസ്. അത് സിമ്പിളായിട്ടുള്ള പ്രോൺസ് കറിയാണ്, അല്ലാതെ ഹൈടെക് ഒന്നുമല്ല. സിമ്പിൾ ടേസ്റ്റി പ്രോൺസ് കറി, ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മളൊരു ചീച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടി ചീച്ചട്ടി. കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് നമ്മളിട്ട്, കടുക് പട്ടേന്ന് പൊട്ടിയ ശേഷം ഒരു സാധനം ഇടുക. ആദ്യം തന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇടുക. അതിനുശേഷം പച്ചമുളക് ഇടുക. അതേപോലെ തന്നെ നമ്മ കരിയാപ്പില. ഇത്രയും 3 സാധനം 4 സാധനം ഇട്ട് മിക്സ് ചെയ്യുക. This is simple prawn curry. എന്നിട്ട് അടുത്തത് നമ്മൾ തക്കാളി കറിയണം. അടുത്തതായി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ശേഷം കുറച്ച് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് ഇളക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചില്ലി പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഈ മിക്സിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഇട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ച പുളിയായി തിളച്ച ചാറിലേക്ക് അങ്ങ് ഇട്ട് എടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻചാറ് നമ്മളിങ്ങനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയും പ്രോൺസ് ഇട്ടില്ല, കുറച്ച് നേരം നമുക്ക് ഇടാം. അപ്പം നമ്മൾ പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എത്ര നേരം വെക്കണം എന്നേ തിളക്കണം. ഇത് കുറച്ച് വേവണം. മീൻ വേവുന്ന വരെ നമ്മളൊരു വെള്ളം തിളക്കണം. ആ ഗൈസ്, റെഡി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, നല്ല സിമ്പിൾ പ്രോൺസ് കറി, ടേസ്റ്റി പ്രോൺസ് കറി. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ചത് എത്ര നേരം വെക്കണമെന്നേ 10 മിനിറ്റ് ഓഫ് ചെയ്യുക. നമ്മുടെ മീൻ കറി റെഡിയാണ്. ചൂടോടെയല്ല, ചൂട് കുറച്ച് ആറിയിട്ട് നമ്മൾ അപ്പോൾ അപ്പോഴേ ഉള്ളൂ അതിൻ്റെ പുളിയൊക്കെ മീനെ പിടിക്കുക. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. സോ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഹാവ് ദിസ് കറി. ഓക്കെ.